ഓം ശാന്തി. പലപ്പോഴും നമ്മൾ നമ്മുടെ ഗോൾ കണ്ടു, വിഷൻ ക്രിയേറ്റ് ചെയ്തു, എനർജി എടുത്തു, പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് കേൾക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ വളരെ ഈസിയാണെന്നും നമുക്കിത് നമ്മളെന്താ പറയുക, ഞൊടിയിടയിൽ നേടിയെടുക്കാമെന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കാറുണ്ട് ആളുകൾ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞൊടിയിടയിൽ നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞൊടിയിടയിൽ നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടാത്ത ഒരാളുടെ അടുത്തുനിന്ന് അവരെവിടെയാണ്, എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് വേണം എന്ന് 2-3 ദിവസമായി ഞാൻ ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് ദിവസമായി എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് മെസ്സേജ് കിട്ടുന്നില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മെസ്സേജ് കിട്ടുന്നില്ല, എനിക്ക് അർജുനൊരു മെസ്സേജ് കിട്ടണം, ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ എനിക്ക് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവുന്നില്ല. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു ചെറിയ കാര്യമാണ്, ചെറുതിലും ചെറുതായ കാര്യം. ഒരു പക്ഷേ അത് കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വലുതിലും വലുതായ കാര്യമാണ്. പക്ഷേ ആസ് ആൻ ആക്ഷൻ അതൊരു ചെറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 24 മണിക്കൂർ മാനിഫെസ്റ്റേഷൻ നമ്മൾ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൽ ആ 24 മണിക്കൂർ പോലും വേണ്ട, ചെയ്ത് ചിലപ്പോൾ രാത്രി ചെയ്ത് രാവിലെ ആകുമ്പോഴേക്കും മെസ്സേജ് വന്നേക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ എമൗണ്ട് വളരെ വേഗം നമ്മുടെ കയ്യിൽ വന്ന് ചേർന്നേക്കാം, അതും സംഭവിക്കാറുണ്ട്. പക്ഷേ എന്ന് കരുതി എല്ലാ കാര്യവും അങ്ങനെ തന്നെ എളുപ്പത്തിൽ നടക്കണം എന്ന് പറയാനില്ല. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചു ലോ ഓഫ് അട്രാക്ഷൻ്റെ മെത്തേഡ്സ്, 555 മെത്തേഡെ കുറിച്ച് പഠിച്ചു, 2 കപ്പ് മെത്തേഡിനെ കുറിച്ച് പഠിച്ചു, 24 hours മാനിഫെസ്റ്റേഷനെ കുറിച്ച് പഠിച്ചു. ഇതെല്ലാം ഒരു ടൂളുകളാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, വലിയ പാറ പൊട്ടിക്കണമെങ്കിൽ വലിയ ചുറ്റിക കൊണ്ടടിക്കണം, ചെറിയ പാറ പൊട്ടിക്കണമെങ്കിൽ ചെറിയ ചുറ്റിക കൊണ്ട് അടിച്ചാൽ മതിയാവും. ചുറ്റിക എന്നതൊരു ടൂളാണ്. ആ പാറയുടെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ വെയ്റ്റും അതിൻ്റെ കിലോയും അതിന് നമ്മൾ അടിക്കുന്നതായിരിക്കുന്ന തവണയും ഇതെല്ലാം വ്യത്യാസം വന്നിരിക്കാം. അപ്പം നമ്മൾ വിചാരിക്കും ഈ 24 hours മാനിഫെസ്റ്റേഷൻ എന്ന ഒരു കാര്യം, ഒരു മെത്തേഡ് പറഞ്ഞിട്ട് ആ മെത്തേഡ് ഞാൻ ചെയ്തിട്ട് എനിക്ക് നടന്നിട്ടില്ലല്ലോ. ഈ 555 എന്നൊരു മെത്തേഡ് പറഞ്ഞിട്ട് 5 ദിവസം ഞാൻ ചെയ്തു, എന്നിട്ട് എനിക്കെന്ത് നടക്കാതിരുന്നു? 2 കപ്പ് മെത്തേഡ് ചെയ്തു. ഓവർനൈറ്റ് മാനിഫെസ്റ്റേഷൻ ടൂളാണ് ആക്ച്വലി 2 കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരു 8,000 rupees വേണം എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതായിരിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷനിൽ നാളെ എനിക്ക് ഇന്ന് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, നാളെ എനിക്ക് ഒരു 8,000 rupees വേണം എന്ന് കരുതിയിട്ട് ഞാൻ എഴുതിയത്. പക്ഷേ എൻ്റെ കയ്യിൽ വന്നു ചേർന്നത് 58,000 rupees ആയിരുന്നു പിറ്റേ ദിവസം രാവിലെ. എന്ന് കരുതിയിട്ട് എല്ലാ പ്രാവശ്യവും അതേപോലെ തന്നെ വേഗം എല്ലാം നടന്നോന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ ഉണ്ടാവുന്നത്? അതിൻ്റെ പിന്നിലെ സീക്രട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ളതായിരിക്കുന്ന ആശയവിനിമയങ്ങളും അതിലുണ്ടാകുന്നതായിരിക്കുന്ന സങ്കല്പങ്ങളും ആ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കുന്ന വൈബ്രേഷനുമാണ് ജീവിതത്തിലെ എല്ലാ കാര്യം നടക്കുന്നതിൻ്റെ ആധാരം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരാളുടെ ജീവിതം, ഇപ്പോൾ ഞാൻ ഇന്ന് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പഠിച്ച സമയത്ത് ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ അടുത്ത മൊമെൻറ്റിൽ ചെറിയ കാര്യമാണ് എനിക്ക് നടന്നു കിട്ടാം എന്ന് കരുതിയിട്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ 24 മണിക്കൂറിൽ ഞൊടിയിടയിൽ നടക്കുന്നതാണോ? അത് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ ഡെവലപ്പ് ചെയ്തു പോയൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഉദാഹരണം പറയുക, എനിക്കൊരു 5 കോടി രൂപ വേണം. 5 കോടി രൂപ വേണം എന്നത് എൻ്റെ ഒരു വലിയ ആവശ്യമാണ്. എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് ഓഫ് മണിയാണ് ഞാൻ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ 5 കോടി രൂപ വേണം. ഞാൻ 2 കപ്പ് മെത്തേഡ് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ 5 കോടി രൂപ എൻ്റെ കയ്യിൽ വേണമെന്ന് വിചാരിച്ചാൽ ഇതൊരു മാജിക് ഒന്നുമല്ല. ഈ മാജിക് സ്റ്റിക്ക് എടുത്തിട്ടുണ്ടേ, ഒരു വടിയാണ്, അതൊരൊറ്റ വലി വലിച്ച് വരുമ്പോൾ ഒരു പൂ വിടർന്നു വരുന്നു, അങ്ങനത്തെ ഒരു മാജിക് ഒരിക്കലുമല്ല. ദിസ് ഈസ് ദ സയൻസ്. എന്താണ് അതിൻ്റെ പിന്നിലെ സയൻസ് എന്നായിരിക്കാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശരിക്കും നമ്മുടെ മനസ്സിലൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണമായിട്ട് ഒരു സയൻസിൽ ഒരു വെള്ളമുണ്ടാകുന്ന തിയറി നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിയേ. വെള്ളം ഉണ്ടാവുന്നത് 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും അടുത്ത് വരുമ്പോൾ അതിൻ്റെ പുറത്ത് അവ തമ്മിൽ പരസ്പരം അടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചെറിയൊരു എനർജിയുടെ ട്രാൻസാക്ഷൻ നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് ആറ്റത്തിൻ്റെ പുറത്തുള്ള ഇലക്ട്രോൺ കുറച്ച് ഊർജ്ജം എക്സ്ട്രാ സ്വീകരിക്കും. ആ ഊർജ്ജം അനുസരിച്ച് അതിൻ്റെ സ്പീഡ്, അതിൽ റൊട്ടേഷൻ്റെ സ്പീഡ് കൂടും. ഒരു പ്രത്യേകമായിരിക്കുന്ന തലത്തിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഉള്ളിലതായിരിക്കുന്ന ഊർജ്ജം സ്വീകരിച്ച് കഴിയുമ്പോൾ, അതിൻ്റെ സ്പീഡ് കൂടിക്കഴിയുമ്പോൾ അത് പുറത്തേക്ക് അങ്ങ് തെറിക്കും. കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്, ഒരു കയറിൻ്റെ അറ്റത്തൊരു കല്ല് കെട്ടി വട്ടം കറക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സ്പീഡ് കഴിഞ്ഞപ്പോൾ ആ കല്ലങ്ങ് തെറിച്ചു പോയി എന്ന്.
നമ്മളൊക്കെ പരീക്ഷ നോക്കിയുള്ളതായിരിക്കുന്ന ഒരു കുട്ടിക്കാലത്തെ പരീക്ഷണം, സമവർത്തുള ചലനം എന്ന പേരിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേ ആക്ഷൻ തന്നെയാണ് ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് തെറിക്കുന്നതും. ഒരു നെഗറ്റീവ് ചാർജ് നഷ്ടമായിരിക്കുന്ന ആറ്റത്തിനെ സംബന്ധിച്ചും പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. അയോണുകൾ തമ്മിൽ കൂടി ചേർന്നുകൊണ്ടൊരു സംയുക്തം ഉണ്ടാകും. അങ്ങനെയാണ് HOH ബോണ്ട് എന്നാണ് നമ്മൾ പറയുക. വെള്ളമുണ്ടാകുന്നതായിരിക്കുന്ന രാസമാറ്റത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലൊരു സങ്കല്പം വരുമ്പോൾ ആ സങ്കല്പം നിരന്തരമായിട്ട് എത്ര കൂടുതൽ തവണ നമ്മളുള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും കൂടുതൽ അത് ഊർജ്ജത്തെ സ്വീകരിക്കുകയും എത്ര കൂടുതൽ ഊർജ്ജം കിട്ടുന്നുണ്ടോ അത്രയും വേഗത്തിൽ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊരു കർമ്മമായിട്ട് പുറത്തേക്ക് വരികയും ആ എനർജിയാണ് നമ്മളിലേക്ക് ആ ഊർജ്ജത്തെ ആവാഹിച്ചു കൊണ്ടുവരുന്നത്. കർമ്മം മീൻസ് ഒരു പക്ഷേ നമ്മുടെ സ്ട്രോങ് തോട്ടിൻ്റെ രൂപത്തിലാവാം, അതല്ലെങ്കിൽ വാക്കുകളുടെ രൂപത്തിലാവാം, അതല്ലെങ്കിൽ ആക്ച്വൽ കൈകൾ കൊണ്ടോ ശരീരം കൊണ്ടോ ഉള്ളതായിരിക്കുന്ന ഫിസിക്കൽ ആക്ഷൻ്റെ രൂപത്തിലും വന്നേക്കാം. എനിവേ, നിരന്തരമായിട്ടൊരു എനർജി ഒരു കാര്യത്തിൽ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആ കാര്യം ആ ഊർജ്ജത്തെ ആവാഹിച്ചുകൊണ്ട് അതായി തീരുന്ന ഒരവസ്ഥ. ഇതാണ് ശരിക്ക് നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ വരുന്നു, ആ തോട്ട് എനർജി റിസീവ് ചെയ്യുന്നു, ഫുൾ ബോഡിയിലേക്ക് ആ എനർജി സ്പ്രെഡ് ചെയ്യുന്നു, അതനുസരിച്ച് ശരീരത്തിൽ നിന്ന് വൈബ്രേഷൻ പുറത്തേക്ക് പോകുന്നു, അതനുസരിച്ചായിട്ടുള്ള ഊർജ്ജത്തെ അത് വീണ്ടും എഗെയിൻ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ആ അട്രാക്ട് ചെയ്ത ഊർജ്ജത്തിനനുസരിച്ച് എഗെയിൻ തോട്ട് ഉണ്ടാകുന്നു. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അഥവാ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ദിവസം കൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ് കേട്ടപ്പോൾ അങ്ങ് മേലെന്ന് അവതരിച്ചു വന്നവരല്ലല്ലോ. ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ജനിച്ച് അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് തന്നതായിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിൽ അമ്മയുടെ ഗർഭത്തിൽ നിങ്ങൾ കിടക്കുമ്പോൾ ഏത് ലെവലിലൊക്കെ ഉള്ളതായിരിക്കുന്ന മെസ്സേജസ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടായിരുന്നു, ഫീലിങ്സ് അഥവാ വൈബ്രേഷൻസ് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആധാരത്തിൽ നമ്മുടെ ഉള്ളിൽ റെക്കോർഡ് ചെയ്ത് പെട്ടുപോയതായിട്ടുള്ള കുറേ തോട്ട്സ് ഉണ്ട്, കുറേ ഫയൽസ് ഉണ്ട്. കുട്ടിക്കാലത്ത് നമ്മളോട് മറ്റുള്ളവർ പെരുമാറിയതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കണ്ടത് കേട്ടത്. ചില കുട്ടികൾക്ക് പേടിയേ ഇല്ലാതെ വളർന്നു കാണാം, ചില കുട്ടികൾക്ക് ഭയങ്കര പേടി കാണാം. റീസൺ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഒരു വിളക്ക് കൊളുത്തിരിക്കുന്ന സമയത്ത് ആ വിളക്കിനെ പിടിക്കാൻ വേണ്ടി ഒരു കുട്ടി പോകുമ്പോൾ ആ കുട്ടിയുടെ അമ്മ വിളക്കിൻ്റെ അടുത്ത് എത്താനാകുമ്പോഴാണ് കാണുന്നത് കണ്ടവശം മോനെ എന്ന് വിളിക്കുന്ന ആ ഒരു വീഡിയോയിൽ കുട്ടി ഞെട്ടി നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭയത്തിൻ്റെ ഇൻഫർമേഷൻ അവിടെ റെക്കോർഡായി. ഇങ്ങനെ ഏതൊക്കെ സന്ദർഭത്തിൽ ചിലപ്പോൾ കാല് തെറ്റി വീണപ്പോൾ വീഴ്ച കുറച്ച് ആഘാതത്തിലായിട്ടുണ്ടാവും, തലയടിച്ചു പോയിട്ടുണ്ടാവും, അന്നും പേടിച്ചു പോയി, എന്തിനെങ്കിലുമൊക്കെ കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ടായിരിക്കും, പേടിച്ചു പോയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെ ഭയത്തിൻ്റെ, ടെൻഷൻ്റെ, വറിയുടെ, കൺഫ്യൂഷൻസിൻ്റെ ഇങ്ങനെയുള്ള നിരവധി ഫയലുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഫയൽസിൻ്റെ എണ്ണം കുറവായിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഫയലുകളുടെ എണ്ണം കൂടുതലായിരിക്കും. നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, ആദ്യമായിട്ടൊരു സ്പോർട്സിന് പങ്കെടുക്കാൻ പോയപ്പോൾ തോറ്റുപോയപ്പോൾ എല്ലാവരും കൂടെ അങ്ങ് കൂക്കി, എന്നെക്കൊണ്ട് ഓടാനാവില്ല എന്ന് കുട്ടി നിശ്ചയിച്ചു. ആദ്യമായിട്ടൊരു പാട്ട് പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടി അങ്ങ് കളിയാക്കി, അതോടുകൂടിയിട്ട് ഞാൻ ഇനി പാടില്ലേ എന്ന് കൊണ്ട് തിരിച്ചു വന്നു. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ, വീട്ടുകാരുടെ ഇടയിൽ, നാട്ടുകാരുടെ ഇടയിൽ, ടീച്ചർമാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, പലരിൽ നിന്നുമായിട്ട് എൻ്റെ ഉള്ളിൽ കൂടിക്കേറിയതായിരിക്കുന്ന ഇമോഷണലി ചാർജ്ഡ് ആയിരിക്കുന്ന, അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയുകയാണ്, ഇമോഷണലി ചാർജ്ഡ് ആയിരിക്കുന്ന ഒരുപാട് ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അതെല്ലാം ഫയലുകളുടെ രൂപത്തിൽ സേവ് ചെയ്യപ്പെട്ടിട്ടും ഉണ്ടായിരിക്കും. ആ ഫയലുകൾ സേവ് ചെയ്തിട്ടുള്ള എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുമ്പോൾ കുട്ടിക്കാലം തൊട്ട് ഒന്നിച്ചു വളർന്ന സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ പല ആളുകളുടെ ഇടയിലും അന്ന് കുട്ടിക്കാലത്തുണ്ടായതായിട്ടുള്ള സിമിലർ ആയിട്ടുള്ളൊരു ഇവൻ്റ് ഉണ്ടാകുമ്പോൾ അവരുടെ ആ കുട്ടി പ്രതികരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ആ ഫയൽ ആ സമയത്ത് ഫുള്ളായിട്ട് ആക്റ്റീവ് ആവുകയാണ്. അവിടെ പറയുമ്പോൾ 28-30 വയസ്സായി, ഈ സംഭവം നടക്കുന്ന സമയത്ത് 8 വയസ്സാണ്. പക്ഷേ ആ കുട്ടി ആ മൊമെൻറ്റിൽ 8 വയസ്സുകാരനായ കുട്ടി അന്ന് പ്രതികരിച്ചിരുന്ന അതേപോലെ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ 28 വയസ്സുകാരൻ അവിടെ മറഞ്ഞു, ആ 8 വയസ്സുകാരൻ കുട്ടി ഉണർന്നു. കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്ത് വെച്ചതായിരിക്കുന്ന ഫാക്ടറാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വായിച്ച, പഠിച്ച, അറിഞ്ഞ, അനുഭവിച്ച ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഫയലുകൾ നോക്കിക്കഴിഞ്ഞു, ഒരുപാട് ഫയൽ. ഇതൊക്കെ എവിടെയൊക്കെ നിങ്ങൾ ഇമോഷണലി അത് ഹാപ്പി ആണെങ്കിലും ശരി, അൺഹാപ്പി ആണെങ്കിലും ശരി,
ഭയമാണെങ്കിലും ശരി, അതല്ലെങ്കിൽ ധൈര്യമാണെങ്കിലും ശരി, ഏത് ഫീലിംഗ് ആണോ നിങ്ങൾ ഇമോഷണലി ചാർജ്ഡ് ആയിക്കൊണ്ട്, മീൻസ് മനസ്സിൻ്റെ ഉള്ളിൽ അനുഭൂതിയോട് കൂടിയിട്ട് അനുഭവിച്ചതായിരിക്കുന്ന ഫീലിങ്സ്, അതിൻ്റെ ആ അനുഭൂതിയുടെ ആഴമനുസരിച്ച് അത് നമ്മുടെ ഉള്ളിൽ റെക്കോർഡായി കിടക്കുന്നുണ്ടായിരിക്കും. ഉപബോധ മനസ്സ് ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ഡ്രീം ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ ക്ലാസ് കേട്ടു, ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു, ഞാൻ എൻ്റെ വിഷൻ എന്ത് വേണമെന്ന് ഞാൻ നിശ്ചയിച്ചു, എനിക്ക് ഇങ്ങനെയൊക്കെ വേണം പോകാൻ ഞാൻ തീരുമാനിക്കുന്നു. അപ്പോഴും ഇതൊക്കെ ഇന്ന് ബോധ മനസ്സുകൊണ്ട് അറിഞ്ഞു സ്വന്തമാക്കിയ ഫാക്ടറാണ്. ഇന്നലെ സ്വന്തമാക്കി വെച്ച ആ ഫാക്ടേഴ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കടൽ പോലെ ഉപമിക്കുകയാണെങ്കിൽ മേലെ പരപ്പും ആഴപ്പരപ്പും. അത് ഉപരിതലത്തിലുള്ള പോലെയല്ല. ഉപരിതലത്തിൽ മേലെ പരപ്പിൽ അഥവാ ബോധ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നു, യെസ് ഐ വാണ്ട് ടു ഡു ഇറ്റ്. ഞാൻ പ്ലാൻ ചെയ്യുന്നു, ഐ വാണ്ട് ടു ബി വിൻ. ഞാൻ എല്ലാം എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഉള്ളിൽ ഇന്നലെ ഇതുപോലെ ചെയ്തിട്ട് തീരുമാനം എടുത്തിട്ട് കാല് വെച്ചപ്പോൾ ചെയ്തു നോക്കിയപ്പോൾ ഇങ്ങനെയല്ല ഉണ്ടായത് ഉള്ളിൽ നിന്നൊരാൾ പറയുന്നു. ഉള്ളിൽ നിന്ന് കേൾക്കുമ്പോൾ സംശയം വരും. ഇതൊക്കെ എനിക്ക് പറ്റുമോ? അവർക്ക് പറ്റുന്നുണ്ട്, സിസ്റ്റർക്ക് പറ്റുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുമോ? എൻ്റെ കൂട്ടുകാരന് പറ്റുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുമോ? അവരൊക്കെ ഇത്രയും സമയം കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നേടി, എനിക്ക് പറ്റുമോ? ഇങ്ങനെ സംശയം എന്ന രോഗം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന സംശയം അടുത്തൊരു നിമിഷം നമ്മൾ ചിന്തിക്കും, അത് ശരിയല്ല, ഇതൊക്കെ മാറ്റണം എന്ന് തന്നെയാണ് പറഞ്ഞത്. വീണ്ടും നമ്മൾ മാറ്റാൻ വേണ്ടതായിരിക്കുന്ന തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊരു യുദ്ധം നടക്കുകയാണ്. യെസ്, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് പറ്റില്ല. എത്ര സ്ട്രോങ്ങിൽ യുദ്ധം നടക്കുന്നുണ്ടോ അത്രയും നമ്മുടെ എനർജി പുറത്തേക്ക് പോകുന്നത് ബ്ലോക്കാവും. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ ടൂൾ ഉപയോഗിച്ചു, 5-5-5 മെത്തേഡ് പറഞ്ഞ പോലെ ആ സമയത്ത് ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കപ്പ് മെത്തേഡ് ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് ചെയ്തത്. 24 hours മാനിഫെസ്റ്റേഷൻ അതും ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നടക്കുമെന്ന്, സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നടന്നിട്ടില്ല എന്ന് നമ്മൾ വിഷമിക്കും. എന്താ കാരണം? നമ്മുടെ ബോധ മനസ്സിൽ നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉപബോധ മനസ്സിനുള്ളിൽ നിന്ന് എവിടെയോ എന്തൊക്കെയോ അനുഭൂതികൾ നമ്മളോട് പറഞ്ഞു, നടക്കില്ല എന്നല്ല, കഷ്ടമാണ്, അങ്ങനെയൊന്നും ശരിയായിക്കൊള്ളുന്നില്ല, അവരും ഇങ്ങനെയല്ലേ ഇവരും ഇങ്ങനെയല്ലേ എന്ന് 100 കാരണങ്ങളുണ്ടായിട്ടുണ്ടാവും. നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ച് പോയ, അഥവാ പല കർമ്മങ്ങൾ കൊണ്ട്, പല സ്റ്റഡികൾ കൊണ്ട്, പല റീസൺസ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച് പോയതായിരിക്കുന്ന ഫയലുകളാണ്. സാധാരണ കമ്പ്യൂട്ടറിനാണെങ്കിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ ക്ലോസ് ചെയ്യും മുന്നേ ക്ലോസിങ്ങിൻ്റെ ചിഹ്നത്തിൽ പോയിട്ട് നമ്മൾ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ കമ്പ്യൂട്ടർ നമ്മളോട് ചോദിക്കും ഈ ഫയൽ സേവ് ചെയ്യണോ വേണ്ടേ എന്ന്. ഇവിടെ അങ്ങനെ ഒരു മോണിറ്റർ ഇല്ലല്ലോ നമ്മളോട് ചോദിക്കാൻ. അതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് മോണിറ്ററിങ് സിസ്റ്റമാണ് നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അഥവാ മൈൻഡിൽ സേവ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം 3 വട്ടം ആവർത്തിച്ചുവെങ്കിൽ അത് വേണ്ടതെന്ന് മനസ്സിലാക്കൂ. 9 തവണ ആവർത്തിച്ചതെങ്കിൽ മറക്കാൻ പാടില്ലാത്തത് എന്ന് മനസ്സിലാക്കൂ എന്നാണ് ഇതിനോർത്തതായിരിക്കുന്ന ഈ കമ്പ്യൂട്ടറിന് അഥവാ നമ്മുടെ മൈൻഡിന് സോഫ്റ്റ്വെയർ ഇങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പലതവണ ആവർത്തിച്ചു വന്ന ഏത് സങ്കല്പമാണെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ശരിയാണ്, അതിൻ്റെ സത്യമാണ്. ഇങ്ങനെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ സേവ് ചെയ്ത് വെച്ച നിരവധി ഫയലുകളാണ് അവിടെ. ആ ഫയലുകൾ ഓരോന്നും പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള വൈബ്രേഷൻസ് അധികവും നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മാനിഫെസ്റ്റേഷൻ എളുപ്പമായിരിക്കും. ആ ഫയലുകളിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ മാനിഫെസ്റ്റേഷൻ കുറച്ച് പ്രയാസമായിരിക്കും. ഒരു മൂത്ത കാതലായിരിക്കുന്ന തേക്കിൻ്റെ തടീനെ ഒരു വാൾ കൊണ്ട് മുറിക്കുന്ന വാളിന് സെയിം മൂർച്ചയാണ്. പക്ഷേ അത് ഒരു ഉപ്പൂറ്റി മരത്തിൻ്റെ തടി മുറിക്കാനും തേക്കിൻ തടി മുറിക്കാനും രണ്ടിനും വേണ്ടതായിരിക്കുന്ന സമയവും ഊർജവും രണ്ടാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു പോയിരിക്കുന്ന സംസ്കാരത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഉള്ളിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് പോയതായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നെഗറ്റിവിറ്റിയാണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്ത് എനിക്ക് റിസൾട്ടിലെത്താൻ വേണ്ടി ചിലപ്പോൾ സമയം വേണ്ടി വന്നേക്കാം എന്ന് കരുതിയിട്ട് അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ നടക്കില്ല എന്നല്ല, നടക്കും. പക്ഷേ കുറച്ച് കൂടുതൽ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, കുറച്ചുകൂടെ പൂർണ്ണ ശ്രദ്ധയോടുകൂടെ നമ്മുടെ കാര്യങ്ങൾ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നമ്മൾ പോവേണ്ടിയിരിക്കുന്നു. ഇനി വേറെയും റെമഡിയുണ്ട്.
നമ്മുടെ ഉള്ളിലൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഊർജ്ജമുണ്ട്. അത് പലപ്പോഴും ഞാൻ പലരെയും കണ്ടിട്ടുള്ളൊരു കാര്യം, നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും, എനിക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ ആയിരിക്കണം, ഞാൻ എന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്തു, ഞാനതായിത്തീരും, എനിക്കങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കുമ്പോൾ പറയാനൊരു മടിയുണ്ടാവുമല്ലോ, ഞാനിങ്ങനെയാവും, ഞാനതാവും എന്ന് പലപ്പോഴും പറയാനുള്ളതായിരിക്കുന്ന ചമ്മൽ കൊണ്ട്. അതല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ അവരതിനെ നെഗറ്റീവായിട്ട് വിമർശിക്കും എന്നുള്ളതായിരിക്കുന്ന അറിവുള്ളത് കൊണ്ട് അവർ മനസ്സിൽ പറയുകയൊക്കെ ചെയ്യും ഞാനിങ്ങനെയൊക്കെ ആവുമെന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആവും എന്നുള്ളതായി വിചാരിക്കുമ്പോഴും പുറത്ത് പറയുന്ന സമയത്ത് പറയും അതൊക്കെ സാരില്ല, നോക്കാം, ശ്രമിക്കുകയാണ് ഞാൻ, അങ്ങനെ നോക്കണമല്ലോ, പറ്റുമെന്ന് നോക്കാമല്ലോ, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന പല നെഗറ്റീവായിരിക്കുന്ന രീതിയിൽ ലെസ് എനർജി ഉള്ളതായിരിക്കുന്ന വാക്കുകളെ, നെഗറ്റീവ് എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ലെസ് എനർജി ആയിരിക്കുന്നതായിട്ടുള്ള വാക്കുകളെ നമ്മളുടെ വിഷനെക്കുറിച്ച്, നമ്മളുടെ എയിമിനെക്കുറിച്ച് നമ്മൾ തന്നെ ഉപയോഗിക്കും. ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ അവർക്ക് വേണ്ടി കേൾപ്പിക്കാൻ പറഞ്ഞു എന്നറിയില്ല, അത് ക്രിയേറ്റ് ചെയ്യുന്ന പൂർണ്ണമായിരിക്കുന്ന വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി, അതിനുണ്ടാവുന്നതായിട്ടുള്ള ആക്കവും തൂക്കവും അനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് അത് പോവുകയാണ്. അത് പറയും എന്നെക്കൊണ്ടത് പറ്റില്ല. അതുകൊണ്ടാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ നമ്പർ 1 ബ്ലോക്കാണ് ഐ കാൻറ്റ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും ഐ കാൻറ്റ് എന്നുള്ള വാക്ക്, എനിക്ക് കഴിയില്ല എന്ന് പറയുക ചെയ്യരുത്. എന്ത് തന്നെ ആയിക്കോട്ടെ ശ്രമിച്ചു നോക്കാമല്ലോ നമുക്ക്. അതുകൊണ്ട് പറയില്ല, പറ്റില്ല എന്നുള്ള വാക്ക് മാറ്റിയേക്കണം. നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് തന്നെ എന്നെക്കൊണ്ടാവില്ല എന്നുള്ള വാക്ക് എടുത്തു കളയുന്നതാണ് നല്ലത്. കാരണം അത് നമുക്ക് എപ്പോഴും നമ്മുടെ എനർജി വലിച്ചു കളയുന്ന, നമ്മുടെ ഊർജ്ജത്തെ നഷ്ടമാക്കുന്നതായിരിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് അത്തരം വാക്കുകൾ പറയുമ്പോൾ ഞാൻ ശ്രമിക്കട്ടെ, ഞാൻ നോക്കട്ടെ, അവർ ചെയ്താൽ ഞാൻ ചെയ്തോളാം. എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിനെ നന്നാക്കേണ്ട കാര്യമാണെങ്കിൽ അവരെ ഭാഗത്ത് ഇത്രയെങ്കിലും ഉണ്ടായാലല്ലേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിട്ടുള്ള എങ്കിൽ ക്ലോസുകൾ, പിന്നെ മറ്റൊന്ന് എനിക്കാവില്ല എന്നുള്ളതായിരിക്കുന്ന വാക്കുകൾ, ഇങ്ങനെ ഇതിനു വേണ്ടി തടസ്സം ഉണ്ടാക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ 1-ന് 3 എന്ന നിലയ്ക്ക്, എന്ന് വെച്ചാൽ ഞാനിപ്പം പറഞ്ഞു പോയി അറിയാതെ നോക്കാം എന്ന് പറഞ്ഞു പോയെങ്കിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുക, അല്ല ഞാൻ ചെയ്തിരിക്കും, ഞാനത് ചെയ്തിരിക്കും എന്ന് 3 തവണ ആവർത്തിച്ച് പറഞ്ഞ് ആ നെഗറ്റീവിൽ നിന്ന് മാറ്റി പോസിറ്റീവിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ളതായിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻസാണ് കൂടുതൽ. നമ്മുടെ ഉപബോധ മനസ്സിലുള്ള റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതിലാണെങ്കിൽ കുറേ നെഗറ്റീവ് ഫയൽസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന നെഗറ്റീവും പുറമെന്നുള്ള നെഗറ്റീവും ഒന്നിച്ച് അട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രീം നമ്മൾ അകന്നു പോവുകയുള്ളൂ, അല്ലാതെ അടുത്ത് വരില്ല. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ വരുന്നതായിരിക്കുന്ന ചില വാക്കുകൾ, ചില കർമ്മങ്ങൾ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ഡ്രീം അത് സത്യത്തിലേക്ക് വരാത്തതിൻ്റെ വലിയ ബ്ലോക്കുകളായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത്തരത്തായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ, ഇത്തരം തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വരും തോറും നമ്മുടെ ഡ്രീം നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു, പരിശ്രമിക്കുന്നു, എന്നിട്ടും നടക്കാതെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും നിരാശ എന്ന ദ മോസ്റ്റ് വൾഗറായിരിക്കുന്ന വില്ലനാണ് നിരാശ. അത് നമ്മളെ വന്ന് പിടിക്കും. ഞാൻ ചെയ്തു നോക്കി, 21 ദിവസവും നോക്കി, 5 ദിവസവും നോക്കി, 5 ദിവസം വെച്ച് 5 തവണ ഞാൻ നോക്കി, എന്നിട്ടും അത് നടന്നിട്ടില്ല, എനിക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഈ നിരാശ നമ്മുടെ എനർജീനെ ഏറ്റവും മാക്സിമം ലോ ലെവലിലേക്ക് കൊണ്ടുപോവുകയും അതുവരെ പോസിറ്റീവായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്ത് ഉള്ള ഓരോ നെഗറ്റീവ് ഫയലിനെ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ എല്ലാ നെഗറ്റീവ് ഫയൽസിനെയും അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു നമ്പർ 1 വില്ലനാണ് നിരാശ എന്നത്. ആ നിരാശ വരുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഡ്രീമിലേക്കുള്ളതായിട്ടുള്ള യാത്ര അവിടെ ബ്ലോക്കാവുകയായി. അതുകൊണ്ട് ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാരെക്കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് തോട്ട്സിൻ്റെ ആധാരത്തിൽ എനിക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. നിരന്തരമായി ചെയ്യാനുള്ള കൺസിസ്റ്റൻസി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 10ാം ക്ലാസ് എന്നതായിരിക്കുന്ന ഒരു ചെറിയ SSLC എക്സാം പാസ്സായ ഒരു റിസൾട്ടിന് വേണ്ടി 10 വർഷം സ്കൂളിൽ പോയവരല്ലേ നമ്മൾ. 1 വർഷം 1 മാസം അല്ലല്ലോ പോകുന്നത്. 1 വർഷത്തിൽ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കുന്ന എത്ര ദിവസം ഉണ്ടെങ്കിലും മുടങ്ങാതെ സ്കൂളിൽ പോയി പഠിച്ച് അതിൻ്റെയും പരീക്ഷ എഴുതി ഇത്ര വർഷം കൊണ്ട് ഈ ഒരു SSLC എക്സാമിൻ്റെ ഒരു റിസൾട്ടും കൊണ്ട് നമ്മൾ വരുന്നു. എത്ര ഹാപ്പി ആവുന്നുണ്ട്.
ഒരു ഡിഗ്രി കിട്ടണമെങ്കിൽ 3 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശ്രമിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ കുറച്ച് നിരന്തരമായിരിക്കുന്ന ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു കാര്യം നടത്താൻ വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടും, ചിലർക്ക് കുറച്ച് വൈകും. ചില കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും, ചിലത് കുറച്ച് വൈകിയേക്കും. അതുകൊണ്ട് അവിടെ ആ സന്ദർഭങ്ങളിൽ, അത്തരം സമയങ്ങളിൽ നമ്മളുള്ളതായിട്ടുള്ള നിരാശയെ ഒഴിവാക്കിക്കൊണ്ട് അവിടെയൊക്കെ തന്നെ നിരന്തരമായി എന്നോട് പറയാനുള്ളതായിരിക്കുന്ന ഒരു മോട്ടിവേഷൻ നമ്മളോട് ഉണ്ടായിരിക്കണം. അല്ല അത് പോയാൽ പോട്ടെ, ഇനിയും കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ഇത്രയും ഞാൻ എത്തിയിട്ടും എൻ്റെ ഡ്രീമിൽ എത്തിയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് സത്യത്തിന് മനസ്സിലാക്കുക. ആ ഒരു ഫീലിംഗ്, ഇത്ര ഞാൻ എന്തായാലും കുറേയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ടാവും, കുറച്ചും കൂടെ എനിക്ക് വന്നാൽ മതി എന്നതായിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എഗെയിൻ ആ ഡ്രീം നിങ്ങളുടെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കില്ലല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള വിചാരം ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ഡ്രീമിനെ അകറ്റി കൊണ്ടുപോയി കളയും. അതുകൊണ്ട് ആരുടെ സക്സസിനെയും കമ്പയർ ചെയ്യരുത്. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും, ഒരു നല്ല ട്രെയിനർ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറയുകയാണ്, 16 വർഷങ്ങൾ കൊണ്ട് MLM-ലെ ഒരു പെർഫെക്റ്റ് ട്രെയിനറായിട്ടുള്ള ഒരാൾ പറയുകയാണ്, എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ഒരു ഹൈറ്റ്സിലുള്ള ഒരാളായിട്ട് മാറിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യത്തെ വണ്ടി കൊണ്ട് ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്തു, 6 വണ്ടി മാറ്റി അദ്ദേഹത്തിൻ്റെ ആ ഒരു 16 വർഷത്തിൻ്റെ യാത്രയിൽ. ആദ്യത്തെ വണ്ടിയിൽ ഇത്ര കിലോമീറ്റർ, രണ്ടാമത്തെ വണ്ടി ഇത്ര കിലോമീറ്റർ, അങ്ങനെ എല്ലാം ഓരോ വണ്ടിയുടെയും പറഞ്ഞു എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 6 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് 16 വർഷം കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഇത്രയും 6 ലക്ഷം കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്ത ആളുകളെ കണ്ട് ആളുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ എത്തിയ പദവിയിൽ നിങ്ങളും എത്തുമെന്ന്. അപ്പം അതുകൊണ്ട് ലൈഫിൽ നേട്ടം നേടിയിട്ടുള്ള ആരും ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നേടിയവരല്ല, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നേടിയവരല്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു മാസം അല്ലെങ്കിൽ ഒരു 41 ദിവസം 21 ദിവസമൊക്കെ ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ, ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്, 21 ദിവസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം 20 ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ആ 20 ദിവസം ഈക്വൽ ടു 0 എന്ന് കണക്കാക്കിയാൽ മതി. ട്രാൻസ്ഫോർമേഷൻ്റെ ആ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ആ കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അതുവരെ ചെയ്തത് നേരെ ഓപ്പോസിറ്റായി പോകുന്നല്ല, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇല്ലാതായി പോകും. അതുകൊണ്ട് ഞാൻ 21 ദിവസം ചെയ്യാനുള്ളതായിട്ടുള്ള ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്നിട്ട് 16 ദിവസമൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്, ബാക്കി ഇത്രയും കാര്യം എനിക്ക് റിസൾട്ട് കിട്ടണ്ടേ എന്ന് ചോദിച്ചാൽ എൻ്റെ മാത്സ് മാസ്റ്ററുടെ ഒരു കാര്യം ഞാൻ ഓർമ്മിച്ച് പോകും. ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുണ്ട്, ഞാൻ BSc മാത്സിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു. ആ സാറ് ഞങ്ങളെടുത്ത് എപ്പോഴും പറയാറുണ്ട്, മാത്സിൽ പകുതി ഒരു തിയറം തെളിയിക്കാൻ പകുതി സ്റ്റെപ്പ് കറക്റ്റായി, പകുതി സ്റ്റെപ്പ് തെറ്റായി. പകുതി സ്റ്റെപ്പ് കറക്റ്റല്ലേ സാറേന്ന് ചോദിക്കുമ്പോൾ പട്ട എന്നുള്ളതിന് പകരം ഒരു വള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്താ കിട്ടുക? പട്ടിയാവില്ലേ? അപ്പോൾ പട്ടിയും പട്ടയും ഒന്നാണ്, ഞാനൊരു വള്ളിയല്ലേ ഇട്ടുള്ളൂ, മാർക്ക് തരാൻ പറഞ്ഞാൽ തരുമോ ചോദിക്കും. ഇത് ജീവിതത്തിൽ ആക്ച്വലായിരിക്കുന്ന ഒരു ആൻസറാണ് സാറിൻ്റെ. ലൈഫിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി അതിൻ്റെ അടുത്ത് വരെ എത്താൻ ചെയ്ത യാത്ര, അത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഡേ അഥവാ അവസാനത്തെ 2 ദിവസത്തിൽ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി എങ്കിൽ അതുവരെ ചെയ്തെല്ലാം അങ്ങ് പോയി. അതുകൊണ്ട് ഇത്ര ദിവസം ഞാൻ ചെയ്തു, റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ഈ റിസൾട്ട് കിട്ടും വരെ നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. കാരണം എൻ്റെ പേഴ്സണാലിറ്റിയുടെ ആധാരത്തിലാണ് ഞാൻ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മുടെ ഉള്ളിൽ എന്താണോ, ഞാൻ എന്താണോ, അതിനേക്കാൾ അധികം എനിക്ക് എന്നിലേക്ക് ആകർഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. സപ്പോസ് ആകർഷിക്കപ്പെട്ട് വന്നാൽ പോലും അത് നിൽക്കാതെ എവിടേക്കെങ്കിലും ഒഴുകിപ്പോകും. കാരണം പിടിച്ചു നിർത്താനുള്ള, താങ്ങി നിർത്താനുള്ള ശക്തി നമുക്ക് ഉണ്ടാവില്ല. ഒരു പാത്രത്തിനുള്ളിൽ എത്ര വെള്ളം കൊള്ളുന്നു അത്ര മാത്രമേ പാത്രത്തിന് സ്വീകരിക്കാനാവൂ. ബാക്കി എത്ര വെള്ളം ഒഴുക്കിയാലും അതൊക്കെ ഒഴുകിപ്പോവും ഉള്ളൂ. അതുപോലെ എൻ്റെ പേഴ്സണാലിറ്റി ഞാൻ ഡെവലപ്പ് ചെയ്യാത്തിടത്തോളം കാലം, എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് തോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം, എൻ്റെ എനർജീനെ ഞാൻ ഹൈ ലെവലിലേക്ക് മാറ്റാത്തിടത്തോളം കാലം എൻ്റെ ഡ്രീം എനിക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. കുറ്റവാളി നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആളല്ല, കോഴ്സല്ല, നിങ്ങളുടെ കൂടെയുള്ള ആളുകളല്ല, നമ്മൾ സ്വയം, നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലനാകുന്നത്. അതുകൊണ്ട് നിരാശ എന്ന് പറഞ്ഞൊരു സാധനം, അത് തന്നെയാണ് ജീവിതത്തിൻ്റെയും വില്ലൻ. അത് തന്നെയാണ് പലരെയും ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കണം എന്ന് വരെ തോന്നിപ്പിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഡ്രീമിലേക്ക് നമ്മളെ കൊണ്ടുപോകാത്ത സാധനം, അഥവാ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് മാറ്റി നിർത്തുന്ന സാധനം. അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും അതിൻ്റെ ഒക്കെ അപ്പുറത്തും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടാവും. അതിൻ്റെയും അപ്പുറത്ത് നമുക്ക് പ്രവർത്തിക്കാനുള്ളതായിട്ടൊരു പദം ഉണ്ടാവും, ഒരു വീതി ഉണ്ടാവും, ഒരു ഫീൽഡ് ഉണ്ടായിരിക്കും. അതിലൂടെ ഞാൻ മുന്നേറും എന്നതായിരിക്കുന്ന നിരന്തരമായിട്ടുള്ള പരിശ്രമമുണ്ടോ എന്നാൽ ലോകത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ കണ്ടീഷൻ, കുറച്ച് വാക്കുകൾ ജീവിതത്തിൽ ഡിലീറ്റ് ചെയ്യണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു തോൽവി സംഭവിച്ചാൽ
അഥവാ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 20 ദിവസം വരെയൊക്കെ നന്നായിട്ട് ചെയ്തു. അവസാനത്തെ 21ഉം 22ഉം ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കാരണം എന്താ പറയാമെന്നറിയോ? അവർ കാരണം കൊണ്ട് അന്നത്തെ ദിവസം ഇത്രയും ഹെക്റ്റിക്കായിരുന്നു. ഞാൻ എന്താ ചെയ്യാൻ പറ്റുക? ഇന്നത്തെ ദിവസം പെട്ടെന്നാണ് ഹോസ്പിറ്റലിലേക്ക് അവരെന്നെ കൊണ്ടുപോകേണ്ട കാര്യം വന്നത്. ഞാൻ എന്താ ചെയ്യാൻ പറ്റും? ഇങ്ങനെ കാരണം എന്തുകൊണ്ട് എന്ന് സ്വന്തം ചെയ്യണം എന്നുള്ള ഇച്ഛാശക്തിനെ നടപ്പിലാക്കാത്തതിൻ്റെ ഒഴിവ് കഴിവിനെ ആ കാരണം ഈ കാരണം പറയരുത്. കാരണം എന്നൊരു സാധനം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമ്മൾ നിവാരണത്തിലെത്തില്ല, അഥവാ നമ്മുടെ ലക്ഷ്യത്തിലെത്തില്ല. അതുകൊണ്ട് കാരണത്തെ ഒഴിവാക്കി നിവാരണം എന്നൊരു സാധനത്തിലൂടെ മുന്നോട്ട് പോയേ പറ്റൂ. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കും, എൻ്റെ കുട്ടിക്കാലത്ത് ശാസ്ത്രലോകത്തിലെ കുറച്ച് ചേട്ടന്മാർ വന്ന് പാടിത്തന്നൊരു പാട്ട്, എന്തുകൊണ്ട് എന്ന് എല്ലാത്തിനോടും ചോദിക്കണം, പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട്, കാക്ക പറക്കുന്നത് എന്തുകൊണ്ട് എന്ന്. എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. പക്ഷേ ഒറ്റ കാര്യം മാത്രം, ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ, അനുഭവിക്കാൻ, പഠിക്കാൻ വേണ്ടി നമുക്ക് എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ നിന്നൊരു കാര്യം ഞാൻ ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർ കാരണം കൊണ്ടെന്ന് പറയാൻ വേണ്ടി എന്തുകൊണ്ട് ഉപയോഗിക്കരുത്. തിരിച്ച് അവനോട് ചോദിക്കൂ, നിനക്കെന്ത് ആ സാഹചര്യത്തിലും ഇങ്ങനെ ചെയ്തുകൂടെ, ഈ സാഹചര്യത്തിലും ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് നമ്മൾ സ്വയം കാരണത്തിന് നിവാരണം കണ്ടെത്തുന്ന ദിവസം നമ്മുടെ ജീവിതം മാറി മറഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പറ്റാത്ത ഒരു കാര്യമില്ല. എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ നിരാശ എന്ന വിലനെ മാറ്റി നിർത്തണം. കാരണങ്ങൾ കണ്ടെത്തുന്നതായിരിക്കുന്ന സ്വഭാവത്തിന് ഞാൻ പരമാത്മ മഹാവാക്യം ഓർത്തു പോവുകയാണ്. ദുർവികാരങ്ങളുടെ ലിസ്റ്റിലാണ് ഈശ്വരൻ ഒഴിവ് കണ്ടെത്തുക എന്നുള്ളതായിട്ടുള്ള സ്വഭാവത്തിന് ആഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. കാരണങ്ങൾ കണ്ടെത്തുന്ന മനുഷ്യന്മാർ അവർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ 1000 മുന്നിലുണ്ടെങ്കിലും ചെയ്യാതിരിക്കാനുള്ളൊരു സാഹചര്യം കണ്ടെത്തുന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള 1000 കാരണങ്ങൾ മുന്നിലുണ്ടെങ്കിലും ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ മഹാത്മാക്കളുടെ ജീവിതം എടുത്ത് നോക്കിയാലും കാരണം എന്ന് ഒന്നെനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറിയവരാണ് അവരെല്ലാം സക്സസ്ഫുള്ളായിട്ടുള്ളത്. അതുകൊണ്ട് കാരണം എന്ന ദ മോസ്റ്റ് വില്ലനായിരിക്കുന്ന നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ശത്രുവാണ് ഒന്ന് കാരണം. അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്താൽ അവരങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത്. മറ്റൊന്ന് എന്നെക്കൊണ്ട് സാധ്യമല്ല എന്നുള്ളതായിരിക്കുന്ന വിചാരം. പിന്നെ ഒന്ന് നിരാശ. ഇതിനെയൊക്കെ എല്ലാ കാലത്തേക്കും ഒഴിവാക്കുക. കോമ്പസ് എപ്പോഴും നമുക്ക് നമ്മുടെ പാതയിലേക്ക് മാത്രം തിരിച്ചു വയ്ക്കുക. എനിക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ വാല്യൂസിൻ്റെ ആധാരത്തിൽ ഞാൻ കണ്ടതായിട്ടുള്ള വിഷൻ എന്ന കോമ്പസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെ നോക്കരുത്, അങ്ങോട്ട് നോക്കി. അതിന് വേറൊരു ഭാഷ ഞാൻ ഭഗവാന്റെ മഹാവാക്യം ഓർത്ത് പോവുകയാണ്, പരചിന്തനം. അവരൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഇങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മളെ തന്നെ നമ്മൾ അയ്യോ നിന്നെ ഒന്നിനും കൊള്ളില്ല. പലരും പറയാറുണ്ടാവും, നമ്മളെ ലാബിൽ ചേർത്ത് തരാനുണ്ടാവും, നിന്നെക്കൊണ്ട് നടക്കില്ല എന്നൊക്കെ ലാബിൽ ചേർത്താനുള്ള പലരും ഉണ്ടാവും. പലരും പറഞ്ഞോട്ടെ, നമ്മളൊരിക്കലും നമ്മുടെ നേരെ പരാതിയായിട്ട് വരരുത്. ഇങ്ങനെയാണോ, ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കും എന്നുത്തരം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ട് കമ്പാരിസൺ ഒഴിവാക്കുക, കംപ്ലൈൻറ്റ് ഒഴിവാക്കുക, കറക്ഷൻ അവനവന് വേണ്ട സമയത്ത് നമ്മളെ കറക്റ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും നീ അങ്ങനെയായിപ്പോയി, നീ ഇങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ഗിൽറ്റി കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് വലിയ വില്ലന്മാരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ. പുറമെ നിന്നുള്ളതായിരിക്കുന്ന ഏത് തടസ്സത്തിനും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ആ തടസ്സം വരുന്നത് എൻ്റെ ഉള്ളിൽ നിന്നാണ് എങ്കിൽ അതിന് നമുക്ക് ഒഴിവാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് എൻ്റെ മെമ്മറീസ്, ഓൾഡ് മെമ്മറീസ് അഥവാ എൻ്റെ എക്സ്പീരിയൻസസ്. അത് എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിന് നമുക്ക് ഒഴിവാക്കണം. കുട്ടിക്കാലത്ത് അനുഭവിച്ചു പോയതായിരിക്കുന്ന കുറേ അനുഭൂതികൾ, അനുഭവങ്ങൾ, അതിൻ്റെ ആധാരത്തിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചത് പോയതായിട്ടുള്ള കുറേ ഫീലിങ്സ്, മറ്റു വ്യക്തികളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ അനുഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് റെക്കോർഡഡ് നെഗറ്റീവ് ഫയൽസ് അതിനൊക്കെ നമുക്ക് ഇല്ലാതാക്കുകയും ചെയ്യണം. അതുകൊണ്ട് നാളെ നമുക്ക് എങ്ങനെയാണ് നെഗറ്റീവ്സിനെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടത് ആ മെത്തേഡിനെ കുറിച്ച് നമുക്ക് കാണാം. എന്തായാലും ഇന്ന് നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാം. നമ്മളുള്ളതായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പൂർണ്ണമായി പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ഒരു മെഡിറ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം.
ഓം ശാന്തി. ഇന്ന് നമ്മുടെ ഡ്രീം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു കാരണവശാലും യാതൊരു രീതിയിലുള്ള ബ്ലോക്സും നമ്മുടെ മുന്നിലേക്കൊരു ബ്ലോക്കായി വരാൻ പാടില്ല. ആ ഊർജം, ആ ശക്തി, ആ സർവശക്തിവാൻ്റെ ബ്ലെസ്സിങ്സ്, അത് നമ്മൾ ഇന്ന് നമ്മുടെ കൂടെ തന്നെ ഒരു വലയമായി സ്വന്തമായി സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ മെഡിറ്റേഷൻ ഏറെ ഏറെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളെല്ലാവരും റെഡിയായി എന്നെനിക്ക് ഉറപ്പാണ്. നമ്മുടെ മെഡിറ്റേഷൻ്റെ മുറിയിൽ ഒന്നുകിൽ കസേരയിൽ അഥവാ ഒരു ഇരിപ്പിടത്തിൽ മെഡിറ്റേഷന് തയ്യാറായിരുന്നാലും ശ്വാസഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും 2-3 തവണ ദീർഘശ്വാസം വലിച്ചുവിട്ടാലും പതിയെ പതിയെ ശ്രദ്ധയെ കാലിൻ്റെ പെരുവിരലുകളിലേക്ക് കൊണ്ടുവന്നാലും നമ്മുടെ ശ്രദ്ധ സ്പർശിക്കുന്നതോടുകൂടി ആ ഭാഗം തികച്ചും റിലാക്സ്ഡായി മാറിയിരിക്കുന്നു. പതിയെ പതിയെ ശ്രദ്ധയെ കാൽപാദങ്ങളിലേക്കും 2 കാലിൻ്റെയും മുട്ടുവരെയുള്ള ഭാഗങ്ങളിലേക്ക്, കാൽമുട്ട് മുതൽ അര വരെയുള്ള ഭാഗത്തേക്ക്, നമ്മുടെ പുറവും വയറും നെഞ്ചുമെല്ലാം റിലാക്സ്ഡായി മാറിയിരിക്കുന്നു. ആന്തരിക അവയവങ്ങൾ പോലും റിലാക്സ്ഡ് ആയിരിക്കുന്നു. ഷോൾഡറുകൾ, കൈവിരൽ വരെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ റിലാക്സ്ഡ് ആയിരിക്കുന്നു. കഴുത്തിൻ്റെ പേശികളും തലയും ചെവി, മുഖം എല്ലാം റിലാക്സ്ഡ് ആയിരിക്കുന്നു. ഇപ്പോൾ ശ്വാസഗതി വളരെ നേർത്തതായി മൃദുവായി ശ്വസിക്കുന്ന അവസ്ഥയെ അനുഭവം ചെയ്താലും കംപ്ലീറ്റ് റിലാക്സ്ഡ്. പതിയെ ശ്രദ്ധയെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവന്നാലും ഈ വലിയ ശരീരത്തിൻ്റെ ആധാരമായി ആന്തരിക വ്യക്തിത്വമായ ഞാനാത്മാ അതിസൂക്ഷ്മ പ്രകാശബിന്ദുവായി ഒരു വെള്ളി നക്ഷത്രം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സർവശക്തനായ ഈശ്വരനെ എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിലൂടെ സമീപത്തേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. സർവശക്തനായ ഭഗവാൻ പരം ജ്യോതിയായി എൻ്റെ തലയ്ക്കു മുകളിൽ അന്തരീക്ഷ മണ്ഡലത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു. ഞാനിപ്പോഴെൻ്റെ സ്വന്തമായ സ്വപ്നത്തെ, എൻ്റെ ജീവിത ലക്ഷ്യത്തെ അതിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിൽ ആയിത്തീർന്നതായി അനുഭവം ചെയ്യുകയാണ്.
പരമചൈതന്യം ദിവ്യപ്രകാശമായി എൻ്റെ തലയ്ക്കു മുകളിൽ വന്ന് വെള്ളി വെളിച്ചത്തിൻ്റെ പ്രകാശകിരണങ്ങളെ എന്നിലേക്ക് പ്രവഹിപ്പിക്കുന്നു. സർവശക്തിവാന്റെ കിരണങ്ങൾ എന്നെ മാസ്റ്റർ സർവശക്തിവാനാക്കി മാറ്റിയിരിക്കുന്നു. സ്വയം സർവശക്തനായ ഭഗവാൻ കൂടെയുള്ളപ്പോൾ ഒരു വിഘ്നത്തിനും എനിക്ക് വിഘ്നമാകാൻ സാധിക്കുകയില്ല. ഞാൻ സർവരുടെയും വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്നവനാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. എൻ്റെ എല്ലാ സ്വപ്നത്തെയും യാഥാർത്ഥ്യമാക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഏത് കർമ്മവും പ്രായോഗികമാക്കാനുള്ള അറിവും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. ജന്മജന്മാന്തരത്തിൻ്റെ അനുഭവം എൻ്റെ ഉപബോധ മനസ്സിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഞാൻ ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ പ്രപഞ്ചവും സ്വയം സൃഷ്ടാവും എൻ്റെ കൂടെയുണ്ട്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ നല്ല ആത്മാക്കളുടെയും പോസിറ്റീവ് വൈബ്രേഷൻ അതെന്നിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. സങ്കല്പത്തെ സത്യമാക്കാനുള്ള ശക്തി ആത്മാവായ എൻ്റെ വരദാനമാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. സർവശക്തിവാന്റെ കിരണങ്ങൾ എന്നിൽ നിറഞ്ഞ് എൻ്റെ ശരീരത്തിലാകെ വ്യാപിച്ച് എനിക്ക് ചുറ്റും ഒരു പ്രഭാമണ്ഡലമായി മാറിയിരിക്കുന്നു. ശീതളമായ ഒരു പ്രകാശത്തിൻ്റെ കോട്ടയിലെന്ന പോലെ ഞാൻ വളരെ സുരക്ഷിതനാണ്. പ്രഭുവിൻ്റെ പ്രകാശകരങ്ങളാൽ സുരക്ഷിതമായ വ്യക്തിയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഇന്ന് ഇത്തരത്തിൽ എത്ര തവണ സാധിക്കുന്നുവോ അത്ര തവണ ഹൈ പോസിറ്റീവായിരിക്കുന്ന തോട്ട്സ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു വിധത്തിലുള്ള ബ്ലോക്കുകൾക്കും നമ്മളെ തടയാനാവില്ല. സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും സമ്പത്തികമാണെങ്കിലും എല്ലാ ബ്ലോക്കുകളും ഈശ്വരൻ്റെ പ്രകാശത്താൽ ഭസ്മമാകുന്നതാണ്. അതുകൊണ്ട് സമ്പൂർണ്ണ വിജയികളാകാൻ ഞാൻ വിജയിയാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. സഫലത എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഈ 3 സമ്മാനങ്ങൾ ഏതോർമ്മ വരുന്നോ അത് എത്ര തവണ സാധിക്കുന്നോ എത്ര തവണ ഇത് പറയുന്ന സമയത്ത് ഭ്രൂമധ്യത്തിൽ സപ്തവർണ്ണങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രത്തെ കണ്ടുകൊണ്ട് പറയാൻ സാധിക്കുമോ അത്രയ്ക്കും ബെനിഫിറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് മാക്സിമം റിപ്പീറ്റ് ചെയ്യണം, മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്ന് നമ്മുടെ ഡ്രീമിനെ പൂർണ്ണമായി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. ജീവിതത്തിലെ മാറ്റങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണ വിജയത്തിനായി ഈശ്വരൻ്റെ ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഓം